മോദിയുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെയിറക്കാൻ കെൽപ്പുള്ള നേതാവായി പ്രകീർത്തിച്ചുകൊണ്ട് DMK തലവൻ സ്റ്റാലിൻ ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ വെച്ച് രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയാക്കുമെന്ന് പ്രഖ്യാപിച്ചു. സ്റ്റാലിന്റെ ഈ പ്രധാനമന്ത്രി പ്രഖ്യാപനം ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചൂടും ചൂരും പകർന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക അത്ര എളുപ്പമുള്ള പണിയല്ലെന്നാണ് ദില്ലി മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. DMK ആസ്ഥാനമായ അണ്ണ അറിവാലയത്തിൽ കരുണാനിധിയുടെ പ്രതിമാനാച്ഛാദന ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് യോഗം നടന്നത്. റോയപ്പേട്ട YMCA ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ 10,000-ങ്ങളെ സാക്ഷിയാക്കിയാണ് സ്റ്റാലിന്റെ പ്രഖ്യാപനം നടന്നത്. ആ സമയം വേദിയിൽ സോണിയാഗാന്ധിക്ക് പുറമെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, പോണ്ടിച്ചേരി മുഖ്യമന്ത്രി V. നാരായണസ്വാമി എന്നിങ്ങനെ തെക്കേ ഇന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ നിര തന്നെ ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ പ്രതിപക്ഷ ഒത്തുചേരലെന്ന നിലയ്ക്ക് ഇത് ശ്രദ്ധേയമായി. മുഖ്യാതിഥികൾ ഒത്തൊരുമയോടെ വാളുയർത്തിപ്പിടിച്ച് യുദ്ധപ്രഖ്യാപനം നടത്തുക കൂടി ചെയ്തു. ഈ സമയം തമിഴ് സിനിമാ ചക്രവർത്തി രജനികാന്ത് ഉൾപ്പെടെ പ്രമുഖരുടെ വൻനിര സദസ്സിലുണ്ടായിരുന്നു. UP അധ്യക്ഷ സോണിയാഗാന്ധിയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. കരുണാനിധിയുടെ സ്വപ്നമായിരുന്നു ഇത്തരമൊരു പ്രതിപക്ഷ ഐക്യമെന്ന് അവർ തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. നാടിന്റെ സംസ്കാരത്തെയും സ്ഥാപനങ്ങളെയും തകർക്കുന്ന സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നതെന്നും അതിന് താഴെയിറക്കണമെന്നും രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തു. കരുണാനിധിയുടെ ഓർമ്മകൾ അതിന് കരുത്തു പകരും. ഇന്ത്യ എന്ന ആശയത്തെയോ സുപ്രീം കോടതിയെയോ റിസർവ് ബാങ്കിനെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ നശിപ്പിക്കാൻ നാം അനുവദിച്ചു കൊടുക്കില്ല എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നരേന്ദ്രമോദി ഇന്ത്യയെ 15 വർഷം പിന്നിലേക്ക് കൊണ്ടുപോയതായി സ്റ്റാലിൻ പ്രസ്താവിച്ചു. ഇനിയും അധികാരത്തിൽ വന്നാൽ മോദി രാജ്യത്തെ ഏറ്റവും കുറഞ്ഞത് 50 വർഷം പിന്നിലേക്ക് കൊണ്ടുപോകും. മോദി ഏകാധിപതിയായ രാജാവിനെ പോലെയാണ് പെരുമാറുന്നത്. അതുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ സംരക്ഷണമെന്ന നിലയിൽ പ്രതിപക്ഷം ഒന്നുചേരുന്നതെന്നും സ്റ്റാലിൻ വിശദമാക്കി. തന്റെ പിതാവിന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ടാണ് സ്റ്റാലിൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചത്. മുൻപ് കരുണാനിധി ഇന്ദിരാഗാന്ധിയെ സോണിയാഗാന്ധിയെയും ഇതുപോലെ നായകത്വം പ്രഖ്യാപിച്ച് ആദരിച്ചിട്ടുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക എളുപ്പമുള്ള പണിയല്ലെന്ന് ദില്ലി മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു. തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഇതുവരെ ഇത്തരമൊരു നീക്കത്തെ അനുകൂലിച്ചിട്ടില്ല എന്നാണ് ഇവർ കാരണമായി പറയുന്നത്. എന്തായാലും സ്റ്റാലിന്റെ പ്രധാനമന്ത്രി പ്രഖ്യാപനം സന്നദ്ധമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചൂടും ചൂരും പകർന്നിരിക്കുന്നു. നാളെ നടക്കുന്ന 3 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പ്രതിപക്ഷ ഐക്യത്തിന്റെ വേദികളാക്കുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതോടെ അംഗം മുറുകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിരോധവുമായി BJP കൂടി തട്ടിലിറങ്ങുന്നതോടെ പൊടിപാറാൻ തുടങ്ങും. ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.